ഒരാമുഖം പറഞ്ഞു തുടങ്ങാം. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ നോൺ വെജ് റെസിപ്പി ചില്ലി ഫ്ലേക്സും കുരുമുളകും സോയാ സോസും ചേർത്ത് പുകയിൽ നന്നായി ഉണക്കിയെടുത്ത പോത്തിറച്ചിയാണ്. ഒരു നോൺ വെജ് ഭക്ഷണപ്രേമിക്ക് നിരസിക്കാൻ പറ്റാത്ത ക്രിസ്പിയായ പുറംഭാഗവും ജ്യൂസിയായ ഉൾക്കാമ്പും. ഹാപ്പിനെസ് ഈസ് സ്മോക്ക്ഡ് ബീഫ്. ഇടുക്കിക്കാർ ഇടിയിറച്ചി എന്നും കണ്ണൂരിൽ പുകയിട്ട ഇറച്ചി എന്നും തൃശ്ശൂർക്കാർ ഉണക്കയിറച്ചി എന്നുമെല്ലാം വിളിക്കുമെങ്കിലും ഇത്രയധികം ആരാധകരുള്ള നമ്മുടെ പുകഞ്ഞ ബീഫിന് കേരളത്തിൽ ഒരു ബ്രാൻഡില്ല. എവിടെ അന്വേഷിച്ചാലും ഈ സാധനം കിട്ടാനില്ല. ഇത്തിരി ഉണക്കയിറച്ചി തിന്നാൻ തോന്നുമ്പോൾ വേറൊരു വഴിയില്ലാത്ത അവസ്ഥ. ഈ സാധനം വീട്ടിൽ കുടംപുളി ഉണക്കും പോലെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. എന്താണ് ആരും പുകയത്തുണക്കിയ ബീഫിന്റെ ബ്രാൻഡിംഗ് സാധ്യത തേടി പോകാത്തതെന്ന് ആശ്ചര്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കും ഉണ്ടാക്കാം ഒരു കിഡിലൻ സ്മോക്ക്ഡ് ബീഫ് ബ്രാൻഡ്. നിങ്ങളുടെ കഠിനാധ്വാനവും പ്ലാനിങ്ങും അല്പം ഭാഗ്യവും ഉണ്ടെങ്കിൽ സ്വപ്നം കാണാൻ പറ്റാത്ത ബിസിനസ് വിറ്റ് വരവുള്ള ഒരു ബ്രാൻഡാകും അത്. വെറുതെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയല്ല. നമുക്ക് വിശദമായി പഠിക്കാം എന്തൊക്കെയാവണം നമ്മുടെ പുകയത്തുണക്കിയ ബീഫിന്റെ ഫ്ലേവറുകൾ, സീസണിങ്ങിന് ടെക്സാസ് സ്റ്റൈൽ വേണോ ടർക്കിഷ് സ്റ്റൈൽ വേണോ, ആദ്യഘട്ടത്തിൽ എത്ര കിലോ ബീഫ് ഉണക്കി എടുക്കണം, പുകപ്പുര എവിടെ എത്ര വലുപ്പത്തിൽ വേണം, പാക്കിംഗ് എങ്ങനെ വേണം, എങ്ങനെ വിൽക്കണം, എത്ര വിലയിടണം, എത്ര ചിലവ് വരും, എത്ര ലാഭം കിട്ടും, നഷ്ടസാധ്യതകൾ എന്തൊക്കെ, എല്ലാം പഠിക്കാം. വീഡിയോ മുഴുവനാകുമ്പോൾ ഒരു ഏകദേശ രൂപം എല്ലാ കാര്യത്തിലും നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ തുടങ്ങാം. എന്തുകൊണ്ട് പുകയത്തുണക്കിയ പോത്തിറച്ചി ബ്രാൻഡ് വിജയിക്കും? എന്താണ് ഉറപ്പ്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ ഇനി മുന്നോട്ട് പോകാനാകൂ. കേരള ജനസംഖ്യയിൽ 96.4% പേരും നോൺ വെജ് ആണ്. ഇവരിൽ 60%-ലേറെ ബീഫ് കഴിക്കും. ഈ 60%-ൽ 80% പേരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബീഫ് കഴിക്കുന്നവരാണ്. അതായത് കേരള ജനസംഖ്യ 4 കോടി എന്ന് കൂട്ടിയാൽ 2 കോടി മനുഷ്യരും മാസത്തിൽ ഒരിക്കലെങ്കിലും ബീഫ് കഴിക്കും. ഇതിൽ പകുതി പേരും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കഴിക്കുന്നവരാണ്. ദിവസവും കഴിക്കുന്ന എത്ര പേരുണ്ടാകും അതറിയില്ല. വെറുതെ സ്റ്റാറ്റിസ്റ്റിക്സ് മമ്പോ ജമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ വീട്ടിൽ പുകയെ തുണക്കിയെടുക്കാവുന്ന സാധനമല്ല പോത്തിറച്ചി. അതിന് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സെറ്റപ്പ് തന്നെ വേണ്ടിവരും. കേരളത്തിൽ അടുക്കള ഭരിക്കുന്ന ഒരു പെണ്ണും ആണും തങ്ങളുടെ അടുപ്പിന് മുകളിൽ പോത്തിറച്ചി കെട്ടിത്തൂക്കിയിട്ട് പുകയ്ക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈ ബിസിനസ്സിൽ നമ്മുടെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പുകയിറച്ചി ഉപഭോഗം പൂർണ്ണമായും മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ആയ സാധനമാണ്. വീട്ടിലുണ്ടാക്കാൻ സാധിക്കില്ല. കടയിൽ വാങ്ങാൻ കിട്ടുമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കൊതി നുണഞ്ഞ് ചുമ്മാതിരിക്കാം. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ, ഒരു കേന്ദ്രീകൃത ബ്രാൻഡോ എസ്റ്റാബ്ലിഷ്ഡ് ആയ സെല്ലറോ മാനുഫാക്ചററോ ഇക്കാര്യത്തിൽ കേരളത്തിലില്ല. ആമസോണിൽ വിൽക്കുന്നത് മുഴുവൻ ഡൽഹി ആസ്ഥാനമായുള്ള പോത്തിറച്ചി പ്രോസസിംഗ് കമ്പനികളും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയും മാത്രമാണ്. കേരളത്തിലെ ചില്ലറ വിൽപ്പനശാലകളിൽ ഇവരുടെ പ്രാതിനിധ്യം ഏതാണ്ട് പൂജ്യവും. അതായത് തുടക്കത്തിൽ ആരോടും മത്സരിക്കാതെ എളുപ്പത്തിൽ വിപണി പിടിക്കാൻ പറ്റുന്ന സൂത്രമാണിത്. ബിവറേജസ് ഷോപ്പുകളോട് ചേർന്നുള്ള കടകളിൽ മാത്രമല്ല, ഫാമിലി മാർട്ടുകളിലും ചൂടപ്പം പോലെ ചിലവാകും ഭംഗിയായി പാക്ക് ചെയ്ത് കൊതിപ്പിക്കുന്ന സീസണിങ്ങോട് കൂടിയ നിങ്ങളുടെ സ്മോക്ക്ഡ് ബീഫ് ബ്രാൻഡ്. അഡ്വാൻറ്റേജ് നമ്പർ 3 കേരളത്തിലെ ബീഫിന്റെ ലഭ്യതയാണ്. ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 350 കടന്നെങ്കിലും ഹോട്ടൽ റേറ്റ് ആയ 275 രൂപ മുതൽക്ക് നിങ്ങൾക്ക് സ്ഥിരമായി ബീഫ് ലഭിക്കും. അതും മികച്ച ക്വാളിറ്റി ഉള്ളത്. പുകയിൽ ഉണക്കാനുള്ള ബീഫ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നാലെ പറയാം. നിങ്ങൾക്ക് ചെറിയ ലൈസൻസിംഗ് പ്രോസസ്സിലൂടെ സ്വന്തമായി അറവിനും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നല്ല നീരുള്ള വിറകിന്റെ ലഭ്യത അനുകൂല ഘടകമാണ്. ഒരു കിൻഡൽ വിറകിന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കേരളത്തിലാണ്. റബ്ബർ പുകയിടും പോലെ പുകപ്പുരകൾ സജ്ജീകരിക്കാനും കേരളത്തിൽ എളുപ്പം കഴിയും. ചെറിയ മുതൽ മുടക്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബിസിനസ് ചെയ്തു നോക്കാൻ കഴിയുമെന്നതാണ് നാലാമത്തെ അഡ്വാൻറ്റേജ്. 25 കിലോ ബീഫ് വാങ്ങി പുകയെ തുണക്കി ഇത് ആരംഭിക്കാം. അയൽവീടുകളിൽ വിറ്റഴിച്ചാൽ പോലും മുടക്കുമുതൽ ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പ്. പാക്കിങ്ങിനോ പ്രോസസിങ്ങിനോ വലിയ യന്ത്രസഹായം ഒന്നും തന്നെ തുടക്കത്തിൽ ആവശ്യമില്ല. വീട്ടിലുള്ളവർക്ക് ദിവസം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം ചെലവഴിച്ചാൽ മതി. അതിനാൽ തൊഴിൽ ശക്തിയും ആവശ്യമില്ല. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ബീഫ് വാങ്ങി കിടലൻ സീസണിംഗ് നടത്തി ദിവസങ്ങളോളം പുക കൊള്ളിച്ച് ഉണക്കി പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഗ്രോസറി സ്റ്റോറുകളിലും എത്തിച്ചാൽ വിറ്റഴിക്കാതെ ചീത്തയായി പോയാലോ എന്ന പ്രതിസന്ധി. അതിന് എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മൾ വീഡിയോയുടെ വരും ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കേരള വെറ്റിനറി സർവകലാശാല നടത്തുന്നതാണ്. മാർക്കറ്റ് എങ്ങനെ കണ്ടെത്തും? ആരുടെയൊക്കെ കാല് പിടിക്കണം? ഗുണമുള്ള കേസാണ് എന്ന് തന്നെ വിചാരിക്കേണ്ടത്. ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ടിപ്സ് പറയാം. അത് കഴിഞ്ഞ് പ്രൊഡക്ഷനിലേക്കും മറ്റും കിടക്കാം. നിങ്ങൾ ഇറങ്ങണം. കടയുടമകളെ കാണാൻ പോകുമ്പോൾ നമ്മുടെ സ്മോക്ക്ഡ് ബീഫിന്റെ 10 സാമ്പിൾ പാക്കറ്റും കയ്യിൽ കരുതണം. 100 ഗ്രാം, 250 ഗ്രാം, 500 ഗ്രാം പാക്കറ്റുകളാണ് തുടക്കത്തിൽ ആവശ്യം. കള്ളു കുടിക്കുമ്പോൾ ടച്ചിങ്സിന് വറുക്കാൻ 100 ഗ്രാം ധാരാളം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ഗ്രിൽ ചെയ്യാനോ ചതച്ചുലത്താനോ ആണ് 250 ഗ്രാം പാക്ക്. ഹാർഡ് കോർ മീറ്റ് ലവേഴ്സിനുള്ളതാണ് 500 ഗ്രാം പാക്കറ്റ്. അത് കളി വേറെ, ഞാനൊക്കെ അതിൽപ്പെടും. 100 ഗ്രാമിന് MRP 140 രൂപ, 250 ഗ്രാമിന് 320 രൂപ, 500 ഗ്രാമിന് 620 രൂപ എന്നിങ്ങനെ വിലയിടണം. അപ്പോഴും ആമസോണിൽ 100 ഗ്രാം ബീഫ് ജെർക്കി വാങ്ങുന്നതിന്റെ പകുതി വിലയേ വരുന്നുള്ളൂ. 15 മുതൽ 25% വരെ റീറ്റെയിലർ കമ്മീഷൻ നൽകേണ്ടി വരും. പ്രൊഡക്റ്റ് പ്രൊമോഷന് നിങ്ങളുടെ സ്മോക്ക്ഡ് ബീഫ് ബ്രാൻഡിന്റെ ചെറിയ വെനീർ ബോർഡ് കടയിൽ പ്രദർശിപ്പിക്കാനും കരാറാക്കണം. നിങ്ങളുടെ ബ്രാൻഡ് പ്രസന്റേഷൻ അനുസരിച്ചിരിക്കും കടയുടമയുടെ തീരുമാനം. നിങ്ങളുടെ ബ്രാൻഡിന് നിങ്ങൾ നൽകുന്ന ക്ലാരിറ്റിയും ട്രാൻസ്പെറൻസിയും കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടണം. മറ്റൊരു കച്ചവടക്കാരന് നിങ്ങളുടെ ആത്മാർത്ഥ പരിശ്രമത്തിന്റെ ആഴം എത്രയുണ്ടെന്നത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. 25 കിലോ മുതൽ 50 കിലോ വരെ സ്മോക്ക്ഡ് ബീഫിനുള്ള ഓർഡർ കയ്യിൽ വന്നാൽ പിന്നെ താമസിക്കരുത്. അടുത്തതായി അറവുകാരുമായി കരാറുണ്ടാക്കാനുള്ള ഓട്ടമാണ്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ സെഗ്മെന്റിലേക്ക് കടക്കുന്നു. ഇനി പുകയിടാം. പെരുമ്പാവൂരിൽ നിന്നും അടിമാലി വഴി മൂന്നാറിന് പോകുമ്പോൾ പൊടിമഞ്ഞും പച്ചമലകളും കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ആകർഷണമേ ഉള്ളൂ,
ഉണക്ക ഇറച്ചി. വഴിനീള വിൽപ്പനയുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു കേന്ദ്രീകൃത സ്വഭാവമോ രുചിഭേദമോ ഇല്ല. എത്രയോ രുചികരമായി ഉണ്ടാക്കാവുന്ന പുകയത്തുണക്കിയ ബീഫ് ആർക്കോ വേണ്ടി പുകച്ചിട്ടിരിക്കുന്നത് പോലൊരു കച്ചവടമാണ് കാണാറ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പുകയിട്ട പോത്തിറച്ചിയുടെ മാതൃകകളോ രുചിയോ സ്വീകരിക്കാതെ യുണീക്കായ ചില ഫ്ലേവറുകളാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത്. പുകയിടാൻ ഉപയോഗിക്കുന്ന പോത്തിന്റെ ശരീരഭാഗം നിർണ്ണയിക്കുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അമേരിക്കൻ സിർലോയിൽ ഡയഗ്രമാണ് ഇതിന്റെ റെഫറൻസിന് ഉപയോഗിക്കുക. നേരിയ കൊഴുപ്പ് രാശിയുള്ള ബീഫ് ബ്രിസ്ക്കറ്റ്, റിബി സ്റ്റീക്ക്, ഫ്ലാറ്റ് അയൺ, പോർട്ടർ ഹൗസ് എന്നീ ഭാഗങ്ങളാണ് കുരുമുളകും പൊടിയുപ്പും ചതച്ച ഉണക്കമുളകും തേച്ച് പുകയിടാൻ ഉത്തമം. ഈ ഡയഗ്രം ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ബിസിനസിന്റെ ബൈബിളാണിത്. യൂട്യൂബിൽ നോക്കി സിർലോയിൻ കട്ടിന്റെ വിശദാംശങ്ങളും ഇറച്ചിയിലെ കൊഴുപ്പിന്റെ അളവും ജലാംശവും സംബന്ധിച്ച ഏകദേശ ധാരണ ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ ഇന്ന് ലഭിക്കുന്ന ഏറ്റവും രുചിയുള്ള ഉണക്ക ഇറച്ചി നിങ്ങളുടേതായിരിക്കും. ഡെറക് വോൾഫ് ഈ ഉസ്താദാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഇറച്ചി പുകയിടൽക്കാരൻ. ഇയാളുടെ യൂട്യൂബ് വീഡിയോകൾ റെഫറൻസിനായി ഉപയോഗിച്ചാൽ പിന്നെ പുകയിടാനുള്ള റെസിപ്പികൾക്ക് ദൂരെ ഒന്നും പോകണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ടെക്സാസ് സ്റ്റൈലിൽ ഉപ്പ്, കുരുമുളക്, റോസ്മേരി, അമേരിക്കൻ ഗാർഡൻ BBQ സ്പൈസ് എന്നിവ നന്നായി കഴുകി തുടച്ച ബീഫിൽ പുരട്ടി ഒരു ദിവസം 45 മിനിറ്റ് വീതം പുക കൊള്ളിച്ച് 3 ദിവസം പുകപ്പുരയിൽ ഉണക്കിയെടുത്താലുണ്ടല്ലോ മലയാളി മീറ്റ് ലവേഴ്സിന് സ്വർഗം കാണിക്കാം. പാപ്രിക്ക, ഉണക്കിയ സിലാൻഡ്രോ, കുരുമുളക്, കല്ലുപ്പ്, ചതച്ച വറ്റൽമുളക്, ഒലീവ് ഓയിൽ എന്നിവ തേച്ച് പുകയിൽ ഉണക്കിയ ടർക്കിഷ് സ്റ്റൈലും ഡിവൈനാണ്. പിന്നെ അല്പം മധുരം കൂടി ഇറച്ചിക്ക് വേണമെന്നുള്ളവർക്ക് അല്പം പനം ചക്കര ചേർത്തും ഉണ്ടാക്കാം. ഇത് മധ്യ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എവർഗ്രീൻ ട്രെൻഡാണ്. അങ്ങനെ അന്തമില്ലാത്ത സാധ്യതകളാണ് പുകയിട്ട ഇറച്ചി രുചിയിലുള്ളത്. പാഷനോടെ ചെയ്താൽ 6 വെറൈറ്റി ഫ്ലേവറുകളെങ്കിലും നിങ്ങൾക്ക് പുറത്തിറക്കാൻ സാധിക്കും. മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഇത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. അപ്പോൾ 50 കിലോ ഉണക്കിറച്ചിക്കുള്ള ഓർഡർ വിവിധ കടകളിൽ നിന്നും ലഭിച്ചു. അറിവുകാരനുമായി കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചു. ഫ്ലേവറുകളും തീരുമാനമായി. ഇനി വേണ്ടത് പുകപ്പുരയാണ്. നിങ്ങളുടെ വീടിന്റെ അടുക്കളയോട് ചേർന്നൊരു ബാത്റൂം വലിപ്പത്തിൽ 40 മുതൽ 50 വരെ സ്ക്വയർ ഫീറ്റ് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ പുകപ്പുരയായി. ഇനി പുരയിടത്തിൽ അല്പം സ്ഥലം ബാക്കി കിടപ്പുണ്ടെങ്കിൽ തകരവും സിമന്റ് പില്ലറുകളും ഉപയോഗിച്ച് ചെറിയൊരു പുകപ്പുര തട്ടിക്കൂട്ടുകയും ചെയ്യാം. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ പ്ലാന്റ്. നാണിക്കണ്ട, ജെഫ് ബസോസ് ആമസോൺ തുടങ്ങിയത് ദാ ഇവിടെ ഇരുന്നാണ്, അങ്ങയുടെ വീടിന്റെ ഗരാഷിൽ. സാധാരണഗതിയിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത സ്മോക്ക്ഡ് ബീഫ് എയർ ടൈറ്റ് ആയി പാക്ക് ചെയ്താൽ 10 ദിവസം വരെ സാധാരണ ഊഷ്മാവിലും 4 ആഴ്ച വരെ ഫ്രിഡ്ജിലും ഇരിക്കും. എങ്കിലും റിസ്ക് ഒഴിവാക്കാൻ അല്പം പ്രിസർവേറ്റീവ്സ് ചേർക്കേണ്ടി വരും. സോഡിയം പൊട്ടാസ്യം നൈട്രൈറ്റുകളും സോഡിയം അസറ്റേറ്റ്സും അടക്കമുള്ള ഗുണമേന്മയും വിലക്കുറവുമുള്ള പ്രിസർവേറ്റീവുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 1-2 ദിവസത്തെ പരിശീലനം വേണമെങ്കിൽ കേരള വെറ്റിനറി സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗവുമായി ബന്ധപ്പെടാൻ സ്ഥാപിക്കും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അടുത്തതായി അത്യാവശ്യം നീരുള്ള മുനിഞ്ഞു കത്തുന്ന വിറകാണ് സംഘടിപ്പിക്കേണ്ടത്. പെട്ടെന്ന് കത്തിപ്പോകുന്ന പുളിവാക പോലുള്ള വിറക് വാങ്ങാതെ മരമില്ലുകളിലെ വേസ്റ്റ് നേരിട്ടെടുത്താൽ കാശും ലാഭം, മികച്ച ഗുണമുള്ള പുകയും കിട്ടും. പിന്നെ പാക്കിംഗ് പൗച്ചുകൾ. തൽക്കാലം ചെറിയ ക്വാണ്ടിറ്റിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത് എന്നതിനാൽ ആമസോണിൽ നിന്നും 100-200 പൗച്ചുകൾ വാങ്ങി ബ്രാൻഡ് ലോഗോയും വിശദാംശങ്ങളും പ്രിന്റ് ചെയ്യുന്നതാണ് നല്ലത്. പാക്കിംഗ് മെഷീനുകൾ ഒന്നും തുടക്കത്തിൽ ആവശ്യമില്ല. ഒരു വാക്വം പമ്പ് ഉണ്ടെങ്കിൽ നന്ന്. സീൽ ചെയ്യുമ്പോൾ പൗച്ചിൽ എയർ കളയാൻ ഉപയോഗിക്കാം. അപ്പോൾ പ്രൊഡക്ഷനുള്ള സെറ്റപ്പ് എല്ലാം റെഡി. ഇനി ഒരു ഞായറാഴ്ച പുകയ്ക്കാനുള്ള ഇറച്ചി വാങ്ങി വന്ന് പണി തുടങ്ങിക്കോളൂ. ബുധനാഴ്ച നിങ്ങളുടെ ആദ്യത്തെ സ്മോക്ക്ഡ് ബീഫ് പൗച്ച് തയ്യാർ. ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ബ്രാൻഡായ സ്മോക്ക്ഡ് ബീഫ് കടയിൽ കൊണ്ടുപോയി വെച്ച് വിറ്റേക്കണേ ചേട്ടാ എന്ന് പറഞ്ഞേൽപ്പിച്ച് പോരുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു സാധനം ആ കടയിലെ ഷെൽഫിൽ ഇരിപ്പുണ്ടെന്ന് സാധനം വാങ്ങാൻ എത്തുന്നവരെ അറിയിക്കണം. കണ്ണായ സ്ഥലത്ത് ഡിസ്പ്ലേ ഉറപ്പാക്കണം. പ്രധാനമായും പച്ചക്കറി, പാൽ, മുട്ട സെക്ഷനൊപ്പമായിരിക്കണം ഇവന്റെ ഇരിപ്പിടം. കാരണം ഒരു ഗ്രോസറി സ്റ്റോറിൽ കയറുന്ന 90% പേരും ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്മോക്ക്ഡ് ബീഫിന്റെ വിസിബിലിറ്റിയും കൂടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെനീർ ഹാങ്ങിങ് സൈനേജ് അത് നന്നായി ഡിസൈൻ ചെയ്യണം. നിങ്ങളുടെ ഉണക്ക ഇറച്ചി ഇവിടെ കിട്ടുമെന്ന് കസ്റ്റമർ അറിയണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പ്രൊമോഷൻ ഗംഭീരമായി നടത്തണം. ഓർഗാനിക്കായും പെയ്ഡായും. അവ വിശദീകരിക്കാൻ നിന്നാൽ ഈ വീഡിയോ തീരില്ല. ലോക്കൽ ബിസിനസ്സുകൾ സമൂഹ മാധ്യമങ്ങളിൽ മാർക്കറ്റ് ചെയ്യാനുള്ള പുതുപുത്തൻ ആശയങ്ങളുമായി ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ലാഭനഷ്ട കണക്കുകൾ. 250 ഗ്രാം തൂക്കമുള്ള നിങ്ങളുടെ കേരള ബ്രാൻഡ് സ്മോക്ക്ഡ് ബീഫിന്റെ ഉൽപ്പാദന ചെലവ്, വിതരണ ചെലവ്, നിങ്ങളുടെ ലാഭം തുടങ്ങിയവയാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നോക്കുന്നത്. 250 ഗ്രാം ഇടിയിറച്ചി അഥവാ സ്മോക്ക്ഡ് ബീഫ് ഉണ്ടാക്കാൻ 450 ഗ്രാം ബീഫ് ഉപയോഗിക്കേണ്ടി വരും. 45 മുതൽ 60% വരെ ജലാംശമാണ് പുകയ്ക്കുമ്പോൾ ഇറച്ചിയിൽ നിന്നും നഷ്ടപ്പെടുക. ഇത് വലിയ വെയിറ്റ് ലോസിന് ഇടയാക്കും. കിലോഗ്രാമിന് 300 രൂപയ്ക്കാണ് നമ്മൾ ഇറച്ചി സോഴ്സ് ചെയ്യുന്നതെങ്കിൽ 250 ഗ്രാം ഉണക്ക ഇറച്ചിക്കായി ചിലവാകുന്ന 450 ഗ്രാം പച്ചയിറച്ചിയുടെ വില 135 രൂപ. 450 ഗ്രാം ഇറച്ചിയിൽ തൂവാനുള്ള BBQ സ്പൈസസ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒലിവ് ഓയിൽ, മറ്റ് കിടിപിടികളെല്ലാം കൂടി 15 രൂപ. 450 ഗ്രാം ഇറച്ചി ഉണക്കിയെടുക്കാൻ 10 രൂപയുടെ വിറകുന്ന് കണക്ക് കൂട്ടാം. പ്രിസർവേറ്റീവ്സ് 5 രൂപ. പാക്കിംഗ് പൗച്ചും ലേബലിംഗും ചേർത്ത് 15 രൂപ. ആകെ ചിലവ് 180 രൂപ. നമ്മുടെ സ്മോക്ക്ഡ് ബീഫ് പൗച്ചിന്റെ MRP 320 രൂപ. ആ കണക്കിൽ കടക്കാരന് 20% മാർജിൻ നൽകിയാൽ 64 രൂപ. ആകെ ചിലവ് 244 രൂപ. 250 ഗ്രാം ഉണക്കിയിറച്ചി പൗച്ചിൽ നിങ്ങളുടെ ലാഭം 76 രൂപ. ലാഭം പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ MRPയിൽ 10 രൂപ മുതൽ 50 രൂപ വരെ കൂട്ടിയിടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ചെറിയ റിസ്ക് ഉള്ള പരിപാടിയായതിനാൽ കടക്കാരൻ ചിലപ്പോൾ സ്പോട്ട് ബില്ലിങ്ങിന് തയ്യാറായില്ലെന്ന് വരും. അങ്ങനെയെങ്കിൽ 45 ദിവസത്തിന് ശേഷം വിൽക്കാത്ത പൗച്ചുകൾ തിരിച്ചെടുക്കാമെന്ന് എഗ്രിമെന്റ് വെക്കുക. തിരിച്ചെടുത്ത് വീട്ടിലെത്തിക്കുന്ന ഉണക്കിയിറച്ചി എന്ത് ചെയ്യണമെന്ന് റിസ്ക് മാനേജ്മെന്റ് സെഷനിൽ വിശദീകരിക്കാം. പണി കിട്ടിയാലോ, അഥവാ റിസ്ക് മാനേജ്മെന്റ്.
അതെ, ആദ്യഘട്ടത്തിൽ അതും സംഭവിക്കാം. 1.5 മാസം അനങ്ങാപ്പാറ പോലിരുന്ന ഉണക്കയിറച്ചി സ്റ്റോക്ക് ചില കടകളിൽ നിന്നും തിരിച്ചെടുത്ത് കൊണ്ടുപോകേണ്ടി വരും. അതെന്ത് ചെയ്യും? സിമ്പിളാണ്. വീട്ടിലെത്തിച്ച് നല്ല ഇടിയിറച്ചി അച്ചാർ തയ്യാറാക്കുക. ഇടിയിറച്ചി അച്ചാർ അത് വിപണിയിലെത്തിക്കുക. അങ്ങനെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനുമായി. പിന്നെ കാര്യമായ റിസ്കുകൾ ഈ ബിസിനസ്സിൽ ഇല്ലെന്ന് തന്നെ പറയാം. മാർക്കറ്റിൽ മത്സരമേ ഇല്ല. കേരളത്തിലെ ബാറുകളിൽ മാത്രം കിലോ കണക്കിന് പ്രതിദിനം ചിലവാക്കാവുന്ന ഐറ്റമാണ് ഒരിക്കലും മുടക്കുമുതൽ നഷ്ടപ്പെടാത്ത ബ്രാൻഡ് ബിൽഡിംഗ് എക്സ്പെരിമെന്റ് പരീക്ഷിച്ചു നോക്കാവുന്നത്. സ്കെയിലിംഗ്. അനന്തമായ സാധ്യതകളാണ് ഈ ബിസിനസ്സിൽ സ്കെയിലിങ്ങിലുള്ളത്. കൂടുതൽ സെയിൽസ് പോയിന്റുകൾ, വിതരണക്കാർ, പ്ലാന്റുകൾ, അങ്ങനെ 100-200 കിലോ വീതം ബീഫ് വീടിന് സമീപത്തെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വീതിച്ച് നൽകി ഉണക്കിയെടുക്കുകയും ആകാം. അതൊരു നല്ല ഔട്ട്സോഴ്സിംഗ് ആശയമാണ്. നിങ്ങൾ പുതിയ സ്മോക്കിംഗ് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ മെനക്കെടുകയും വേണ്ട. വളരാൻ തുനിഞ്ഞിറങ്ങി പണിയെടുത്താൽ ആകാശത്തോളം വളരാവുന്ന ബിസിനസ് മോഡലാണ് ഇപ്പോൾ വിവരിച്ച സ്മോക്ക്ഡ് ബീഫ് ബ്രാൻഡിംഗ്. തുടങ്ങിയ ആദ്യ വർഷം തന്നെ വിറ്റുവരവ് 10 കോടി രൂപയിൽ മുട്ടിക്കാവുന്ന കച്ചവടം റിട്ടയർമെന്റുകാർക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പരീക്ഷിക്കാം. അപ്പോൾ എന്നാണ് എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങളുടെ സ്മോക്ക്ഡ് ബീഫ് ബ്രാൻഡ് വാങ്ങാനാവുക? ഈ വിഷയത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക. ദയവായി ആ നമ്പറിലേക്ക് വിളിക്കരുത്. എനിക്കും ഒരു സംരംഭമുണ്ട്, ഞാനും അതിന്റെ തിരക്കുകളിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദ സന്ദേശമായി അയക്കുക. യുക്തമായ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ പഴയതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒരു വഴി തേടി അലയുന്ന സുഹൃത്തുണ്ടെങ്കിൽ അയാൾക്ക് അയച്ചു കൊടുക്കുക. ഇത്ര നേരം എനിക്കൊപ്പമായിരുന്നതിനെ കേരളത്തിന്റെ വരുംകാല സംരംഭകർക്കെല്ലാം നന്ദി. കീപ് കുക്കിംഗ് ലവ്.